മൂപ്പര് പറയട്ടെ. പിന്നെ അതിലിടക്ക് പറഞ്ഞൊരു വിഷയം എന്തറിയോ? പൊന്മള ഉസ്താദ് ചില സംഗതികളെ വിമർശിച്ചു. ആ വിമർശിച്ചത് ഷാറ് മുബാറക്കിനെയല്ല, ഷാറ് മുബാറക്കിന്റെ സനദിനെയല്ല. ഷാറ് മുബാറക്കിന്റെ പേരിൽ ചിലർ സംഘടനയുടെ നയം വിട്ട്, സംഘടന പഠിപ്പിച്ചത് വിട്ട്, കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചത് വിട്ട് സ്വന്തത്തിൽ ചില പരിപാടികൾ ചെയ്തു, സ്വന്തത്തിൽ ചില സംഗതികൾ പറഞ്ഞു. അതിനെ പൊന്മള ഉസ്താദ് വിമർശിച്ചിട്ടുണ്ട്, ഞാനും വിമർശിക്കുന്നുണ്ട്, എല്ലാരും വിമർശിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഒരാൾ പ്രസംഗിച്ചു ആ ഷാറ് മുബാറക്ക് ഒന്ന് താടിയിൽ നിന്നാണ്, ഒന്ന് തലയിൽ നിന്നാണ്. അങ്ങനെ കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ ആദ്യമായി പ്രസംഗിച്ച ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, അത് പറയാൻ ആരും ഇവിടെ ഏൽപ്പിച്ചിട്ടുമില്ല. അങ്ങനത്തെ ചില വഴിവിട്ട പ്രസംഗങ്ങളെ ഇതുപോലെ എസ്കെക്കാറ് ഒരു ഞങ്ങൾ ജാലിയാവാലായിരുന്നു മുടി കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഇയാള് പറഞ്ഞ മാതിരി തന്നെ എസ്കെക്കാറ് പറഞ്ഞു, കൊണ്ടുവന്നോട്ടെ കൊണ്ടുവണ്ട, നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ ഒരു കൂട്ടർ എന്ത് ചെയ്തു? ഒരു കൂട്ടർ പോയിട്ട് അത് ഞങ്ങൾ ഇങ്ങനെ വാങ്ങാണ്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അത് കൊണ്ടുപോയിട്ട് ആ കോഡ് വെച്ചൊരു സ്വീകരണം. ഏത് സംഘടന പറഞ്ഞു സ്വീകരണം കൊടുക്കാൻ? ഏത് നേതാവ് പറഞ്ഞു സ്വീകരണം കൊടുക്കാൻ? അവിടെ ഒരു സ്വീകരണം കൊടുത്തു. എന്നിട്ട് ആ സ്വീകരണം നടത്തിയിട്ട് അവിടുന്ന് പിന്നെ ഒരാനയിക്കൽ. എവിടത്തേക്ക് ആനയിക്കല്? എയർപോർട്ടിലേക്ക് ഒരാനയിക്കൽ. ഞാനൊരു കാര്യം പറയട്ടെ, ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റഹീമീൻ. ഹാഫിളായിട്ട് അല്ലാഹ് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഈ പ്രസ്ഥാനത്തെ ഹിഫ്ള് ചെയ്യുന്ന ഹാഫിള് അത് അല്ലാഹു മാത്രമാണ് എന്നുറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അതിനപ്പുറം ഒരാനയിക്കൽ നടത്തി എയർപോർട്ടിലേക്ക്. ആനയിക്കൽ വെച്ച് പിറ്റേന്ന് എസ്കെക്കാരൻ പറഞ്ഞു, നിങ്ങൾ ആനയിച്ച മുടിയുണ്ടല്ലോ, അതുപോലെ തന്നെ നിങ്ങൾ സ്വീകരണം കൊടുത്ത മുടിയുണ്ടല്ലോ, അത് ഞങ്ങളെ സെന്റർ അടിച്ചു വരുന്ന അമ്മന്റെ മുടിയാണ്, ഞങ്ങൾ അതാ നിങ്ങൾക്ക് തിരിച്ചു തന്നത് എന്ന് പറഞ്ഞു. മറുപടി പറയാനോ ഇവരെ കിട്ടിയോ? അതാ ഞാൻ പറഞ്ഞത്, കാന്തപുരം ഉസ്താദിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, അതുപോലെ തന്നെ മർക്കസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, ഞങ്ങളെ സംഘടനകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അതിവിടെ SYS ഉണ്ട്, SSF ഉണ്ട്, SMA ഉണ്ട്, സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ഉണ്ട്, അതുപോലെ സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുണ്ട്, സുന്നി വിദ്യാഭ്യാസ ബോർഡുണ്ട്, ഞങ്ങളെ സംഘടനകളുണ്ട്. അതിനപ്പുറം ഒരു പ്രൈവറ്റ് പാർട്ടിയും ഞങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി കയറി വരേണ്ടതില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇനി കയറി വന്നാൽ പിടിച്ചു പുറത്തുകയും ചെയ്യും. ദീന് നശിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ സംരക്ഷണത്തിന് വരും. ഹിഫ്ള് അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ് എന്നുറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റഹീമീൻ. അതിനപ്പുറം ഒരു ഹാഫിളിന്റെയും ആവശ്യം ഇല്ല. അത് റോങ് ആണ് എന്നാണ് പൊന്മള ഉസ്താദ് പറഞ്ഞത്. അതാണ് പിന്നെ ഷാറ് മുബാറക്ക് റോങ് ആണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇരിക്കട്ടെ. ഇനി അടുത്തത് ഇയാൾ പറയുന്നത് എന്റെ ആവശ്യം വളരെ ലളിതമായിരുന്നു.